ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അയോധ്യയിലെ ശ്രീരാമജന്മഭൂമി ക്ഷേത്രത്തിൽ ധ്വജാരോഹണ ചടങ്ങിൽ പങ്കെടുക്കും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ 99% എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്തതായി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്ത് 72,005 സ്ഥാനാർത്ഥികൾ. പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ. ഛത്തീസ്ഗഡിലെ സുക്മ ജില്ലയിൽ 5 സ്ത്രീകൾ ഉൾപ്പെടെ 15 മാവോയിസ്റ്റുകൾ കീഴടങ്ങി. എത്യോപ്യയിലെ അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്നുള്ള ചാരമേഘം വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലെത്തി. വ്യോമയാന കമ്പനികൾക്ക് സുരക്ഷാ നിർദ്ദേശം നൽകി DGCA. വനിതാ കബഡി ലോകകപ്പ് കിരീടം സ്വന്തമാക്കി ഇന്ത്യ. ടീം ഇന്ത്യയെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അയോധ്യയിലെ ശ്രീരാമജന്മഭൂമി ക്ഷേത്രത്തിൽ ധ്വജാരോഹണ ചടങ്ങിൽ പങ്കെടുക്കും. ക്ഷേത്ര നിർമ്മാണ പ്രവർത്തനങ്ങളുടെ സമാപനം കുറിച്ചുകൊണ്ട് നടത്തുന്ന ചടങ്ങാണ് ഇത്. ഇന്ന് അയോധ്യ നഗരത്തിൽ റോഡ് ഷോയിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. ഗുരു തേജ് ബഹാദൂർജിയുടെ 350ാമത് ഷഹീദി ദിവസ് അനുസ്മരണത്തിനായുള്ള പ്രത്യേക പരിപാടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകുന്നേരം കുരുക്ഷേത്ര സന്ദർശിക്കും. ഗുരുവിന്റെ അനുസ്മരണാർത്ഥം പ്രത്യേക നാണയവും സ്മാരക സ്റ്റാമ്പും ശ്രീ മോദി പുറത്തിറക്കും. വൈകുന്നേരം തീർത്ഥാടന കേന്ദ്രമായ ബ്രഹ്മസരോവറിൽ പ്രധാനമന്ത്രി ദർശനം നടത്തും. ഛത്തീസ്ഗഡിലെ സുക്മ ജില്ലയിൽ 15 മാവോയിസ്റ്റുകൾ കീഴടങ്ങി. ആകെ 50 ലക്ഷം രൂപയുടെ പാരിതോഷികമാണ് ഇവരെ പിടികൂടുന്നവർക്ക് പ്രഖ്യാപിച്ചിരുന്നത്. ജില്ലാ പോലീസ് ആസ്ഥാനത്തെത്തി കീഴടങ്ങിയ സംഘത്തിൽ 5 സ്ത്രീകളും ഉൾപ്പെടുന്നു. കീഴടങ്ങിയ മാവോയിസ്റ്റുകൾക്ക് അടിയന്തര സഹായമായി 50,000 രൂപ അനുവദിച്ചിട്ടുണ്ട്. ഭഗവത്ഗീതയുടെ സന്ദേശം മാനവികതയ്ക്ക് സാർവത്രിക വഴികാട്ടിയായി പ്രവർത്തിക്കുകയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കുരുക്ഷേത്രയിൽ നടന്ന അന്താരാഷ്ട്ര ഗീതാ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പഹൽഗാം സംഭവത്തെക്കുറിച്ച് പരാമർശിക്കവെ ഇന്ത്യ സമാധാനത്തെ അനുകൂലിക്കുന്നുണ്ടെങ്കിലും ഓപ്പറേഷൻ സിന്ദൂറിലൂടെ രാഷ്ട്രം ഉറച്ചു നിന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. पहलगाम का वह विभत्स क्षण आज भी राष्ट्रीय स्मृति को विचलित करता है. वह घटना भारत की शांति प्रियता को ही चुनौती नहीं थी. आतंकवादी और उनके सरपरस्त यह मान बैठे थे कि भारत की शालीनता उसकी कमजोरी है, लेकिन वे भूल गए भारत गीता का देश है, जहां करुणा भी है और युद्ध भूमि में धर्म की रक्षा की प्रेरणा भी है. जो लोग हमारी सहिष्णुता को कमजोरी समझ बैठे थे, उन्हें ऑपरेशन सिंदूर के माध्यम से भारत ने ऐसा जवाब दिया जिसे आज तक वह भूल नहीं पाए हैं. വിഖ്യാത ബോളിവുഡ് താരം ധർമ്മേന്ദ്ര ഇനി ഓർമ്മ. മുംബൈയിലെ ജൂഹു ഭവൻ ഹൻസ് ശ്മശാനത്തിൽ ഇന്നലെ നടന്ന സംസ്കാര ചടങ്ങുകളിൽ നിരവധി പേർ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചു. ധർമ്മേന്ദ്രയുടെ വിയോഗത്തിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രിമാർ തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി. 2012 രാജ്യം പത്മഭൂഷൺ നൽകി അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. 4 തൊഴിൽ നിയമങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് അസോസിയേഷൻ ഓഫ് ഇൻഡസ്ട്രീസ് ആന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തെഴുതി. ഈ തീരുമാനം ഒരു നാഴികക്കല്ലാണെന്ന് അസോസിയേഷൻ പ്രസിഡന്റ് SK ശർമ്മ വിശേഷിപ്പിച്ചു. ആധുനികവും സുതാര്യവും നീതിയുക്തവുമായ തൊഴിൽ ചട്ടക്കൂട് കെട്ടിപ്പടുക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ ദീർഘവീക്ഷണത്തെ ഇത് പ്രതിഫലിപ്പിക്കുന്നുവെന്നും കത്തിൽ പറഞ്ഞു. ടെക്സ്റ്റൈൽ മേഖലയിലെ സഹകരണം മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും ചർച്ച ചെയ്തു. സാമ്പത്തികകാര്യ ഡയറക്ടർ ജനറൽ ഷഫിയുള്ള അസമിന്റെ നേതൃത്വത്തിലുള്ള അഫ്ഗാൻ പ്രതിനിധി സംഘം ന്യൂഡൽഹിയിൽ ടെക്സ്റ്റൈൽസ് മന്ത്രാലയത്തിലെ വ്യാപാര ഉപദേഷ്ടാവ് വിപിൻ മേനോനുമായി കൂടിക്കാഴ്ച നടത്തി. അഫ്ഗാനിലെ പരുത്തി കർഷകർക്ക് സാങ്കേതിക പിന്തുണയും പരിശീലനവും ഇരു രാജ്യങ്ങളിലെയും വ്യവസായ സ്ഥാപനങ്ങൾ തമ്മിലുള്ള സഹകരണം എന്നിവയുൾപ്പെടെ ചർച്ച ചെയ്തു. എത്യോപ്യയിലെ അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്നുള്ള ചാരമേഘം ഇന്നലെ രാത്രി വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ എത്തി. ഇതേ തുടർന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഇന്ത്യൻ വ്യോമയാന കമ്പനികൾക്ക് സുരക്ഷാ നിർദ്ദേശം നൽകി. വിശദാംശങ്ങളിലേക്ക്. 12,000 വർഷത്തോളമായി നിഷ്ക്രിയമായിരുന്ന എത്യോപ്യയിലെ ഹെയ്ലി ഗുബി അഗ്നിപർവ്വതമാണ് കഴിഞ്ഞ ദിവസം പൊടുന്നനെ പൊട്ടിത്തെറിച്ചത്. ഇതേ തുടർന്ന് ചാരവും സൾഫർ ഡൈ ഓക്സൈഡും നിറഞ്ഞ പുക ആകാശത്തേക്ക് 15 കിലോമീറ്റർ വരെ ഉയരത്തിൽ പടർന്നു. രാജസ്ഥാൻ, ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഡൽഹി, പഞ്ചാബ് എന്നിവിടങ്ങളിലൂടെ കടന്നുപോയ ചാരമേഘം വ്യോമഗതാഗതത്തെ തടസ്സപ്പെടുത്തി. എല്ലാ ഉദ്യോഗസ്ഥർക്കും ജാഗ്രതാ നിർദ്ദേശം നൽകാനും ഫ്ലൈറ്റ് ഓപ്പറേറ്റർമാരോട് DGCA നിർദ്ദേശിച്ചു. ചാരമേഘം 10 കിലോമീറ്ററിൽ കൂടുതൽ ഉയരത്തിലായതിനാൽ ഡൽഹിയിലെ വായുമലിനീകരണത്തെ ഇത് കാര്യമായി ബാധിക്കില്ലെന്നും ഇന്ത്യൻ നഗരങ്ങളിൽ ആഘാതം ഏതാനും മണിക്കൂറുകൾ മാത്രമായിരിക്കുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഗാസയിലെ സഹായ പ്രവർത്തനങ്ങൾ ഔദ്യോഗികമായി അവസാനിപ്പിക്കുകയാണെന്ന് US ഇസ്രായേൽ പിന്തുണയുള്ള ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൌണ്ടേഷൻ പ്രഖ്യാപിച്ചു. 187 ദശലക്ഷത്തിലധികം ഭക്ഷണപ്പൊതി വിതരണം ചെയ്ത ദൌത്യം വിജയമായി എന്ന് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജോൺ അക്രി പറഞ്ഞു.
ഉപരോധം ക്ഷാമം രൂക്ഷമാക്കിയ സാഹചര്യത്തിലാണ് UN ഏജൻസികളെ മറികടക്കാൻ GHF ഗാസയിൽ സഹായ വിതരണം തുടങ്ങിയത്. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ ഇല്ലാതാക്കുന്ന അന്താരാഷ്ട്ര ദിനം ഇന്ന്. ആഗോളതലത്തിൽ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും എതിരായ അതിക്രമങ്ങൾ അവസാനിപ്പിക്കാൻ ആവശ്യമായ വർദ്ധിച്ച നയരൂപീകരണമാണ് ദിനാചരണ ലക്ഷ്യം. 2008 ഐക്യരാഷ്ട്രസഭ ദിനാചരണത്തിന് തുടക്കം കുറിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് _TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റ ജസ്റ്റിസ് സൂര്യകാന്തിന് ഇന്നലെ രാഷ്ട്രപതി ഭവനിൽ അത്താഴ വിരുന്നൊരുക്കി. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, സുപ്രീംകോടതി ജഡ്ജിമാർ, ഹൈക്കോടതികളിലെ ചീഫ് ജസ്റ്റിസുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിന്റെ രണ്ടാം ഘട്ടം ആരംഭിച്ചതിന് ശേഷം 99% എന്യൂമറേഷൻ ഫോമുകൾ വോട്ടർമാർക്കിടയിൽ വിതരണം ചെയ്തതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. കേരളം ഉൾപ്പെടെ 9 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി ഈ മാസം 4-നാണ് രണ്ടാം ഘട്ട വോട്ടർ പട്ടിക പരിഷ്കരണം ആരംഭിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കുവാനുള്ള സമയപരിധി ഇന്നലെ വൈകിട്ട് അവസാനിച്ചതോടെ തെരഞ്ഞെടുപ്പ് പോരാട്ടം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. ആരൊക്കെയാണ് തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ഉള്ളത് എന്ന യഥാർത്ഥ ചിത്രം തെളിഞ്ഞതോടെ പ്രചാരണ രംഗവും അതിന്റെ ഉച്ചസ്ഥായിയിൽ എത്തിയിരിക്കുകയാണ്. ഇന്നലെ രാത്രി വൈകി ലഭിച്ച കണക്കുകൾ പ്രകാരം 72,005 സ്ഥാനാർത്ഥികളാണ് സംസ്ഥാനത്ത് ഒട്ടാകെ മത്സര രംഗത്തുള്ളത്. സാങ്കേതിക കാരണങ്ങളാൽ കൂട്ടിച്ചേർക്കാനുള്ള കണക്കുകൾ കൂടിയാകുമ്പോൾ ഇതിൽ ചെറിയ വ്യത്യാസം വന്നേക്കാം. അതിനിടെ തെരഞ്ഞെടുപ്പ് ജോലികൾക്ക് നിയോഗിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥർക്കായുള്ള പരിശീലനത്തിന് ഇന്ന് വിവിധ കേന്ദ്രങ്ങളിൽ തുടക്കമാകും. വെള്ളിയാഴ്ച വരെ പരിശീലന പരിപാടികൾ തുടരും. തെരഞ്ഞെടുപ്പ് ജോലിക്ക് നിയോഗിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥർക്കായുള്ള തപാൽ ബാലറ്റ് വിതരണത്തിന് നാളെ തുടക്കമാകും. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം വ്യക്തമാകുമ്പോൾ 4766 പേരാണ് തിരുവനന്തപുരം ജില്ലയിൽ മത്സര രംഗത്ത് ഉള്ളത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ 348 പേരും 4 മുനിസിപ്പാലിറ്റികളിൽ നിന്നായി 375 പേരും, ജില്ലാ പഞ്ചായത്തിൽ 110 പേരും, ബ്ലോക്ക് പഞ്ചായത്തിൽ 543 പേരും, ഗ്രാമപഞ്ചായത്തുകളിൽ നിന്ന് 3738 പേരുമാണ് മത്സര രംഗത്ത് ഉള്ളത്. സംസ്ഥാനത്ത് ഇന്നലെ വൈകിട്ട് 6 മണിയോടെ ഡിജിറ്റൈസ് ചെയ്ത ഫോമുകളുടെ എണ്ണം 76,37,216 ഉയർന്നതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. ഇത് മൊത്തം വിതരണം ചെയ്ത ഫോമുകളുടെ 27.42% ആണ്. വനിതകളുടെ കബഡി ലോകകപ്പ് കിരീടം സ്വന്തമാക്കി ഇന്ത്യ. ധാക്കയിൽ നടന്ന ഫൈനലിൽ ചൈനീസ് തായ്പേയെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യയുടെ നേട്ടം. സെമിയിൽ ഇന്ത്യ ഇറാനെയും ചൈനീസ് തായ്പേയ് ബംഗ്ലാദേശിനെയും പരാജയപ്പെടുത്തിയാണ് ഫൈനലിൽ എത്തിയത്. 11 രാജ്യങ്ങളാണ് ഇത്തവണ ലോകകപ്പിൽ മത്സരിച്ചത്. കിരീട നേട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ ടീമിനെ അഭിനന്ദിച്ചു. ഗുവാഹത്തിയിലെ ബർസപാര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള രണ്ടാമത്തെയും അവസാനത്തെയും ടെസ്റ്റിന്റെ 3-ാം ദിനമായ ഇന്നലെ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യ ആദ്യ ഇന്നിംഗ്സിൽ 201 റൺസിന് പുറത്തായി. ആദ്യ ഇന്നിംഗ്സിൽ 288 റൺസിന്റെ വമ്പൻ ലീഡ് നേടിയ ദക്ഷിണാഫ്രിക്ക രണ്ടാം ഇന്നിംഗ്സിൽ വിക്കറ്റ് നഷ്ടമില്ലാതെ 26 റൺസ് കൂടി നേടി ലീഡ് 314 റൺസായി ഉയർത്തി. ഇന്ത്യയെ ഫോളോ ഓൺ ചെയ്യിക്കാമായിരുന്നിട്ടും രണ്ടാമത് ബാറ്റിംഗിന് ഇറങ്ങാനായിരുന്നു ദക്ഷിണാഫ്രിക്കയുടെ തീരുമാനം. ടോക്കിയോയിൽ നടക്കുന്ന 25ാമത് സമ്മർ ഡഫ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ പ്രാഞ്ചലി പ്രശാന്ത് ധുമാലിന് സ്വർണം. വനിതകളുടെ ഷൂട്ടിംഗിൽ 25 മീറ്റർ പിസ്റ്റൾ ഇനത്തിലാണ് മെഡൽ നേട്ടം. കേൾവി പരിമിതർക്കായി നടക്കുന്ന ഡഫ് ഒളിമ്പിക്സിലെ പ്രാഞ്ചലിയുടെ 3ാം മെഡലാണ് ഇത്. നേരത്തെ മിക്സഡ് പിസ്റ്റൾ ഇനത്തിൽ സ്വർണവും എയർ പിസ്റ്റൾ ഇനത്തിൽ വെള്ളിയും നേടിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത് ഈ മാസം 30 രാവിലെ 11. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും ഈ മാസം 28 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെ സമർപ്പിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അയോധ്യയിലെ ശ്രീരാമജന്മഭൂമി ക്ഷേത്രത്തിൽ ധ്വജാരോഹണ ചടങ്ങിൽ പങ്കെടുക്കും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ 99%-ലധികം എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്തതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്ത് 72,005 സ്ഥാനാർത്ഥികൾ. പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ. ഛത്തീസ്ഗഡിലെ സുക്മ ജില്ലയിൽ 5 സ്ത്രീകൾ ഉൾപ്പെടെ 15 മാവോയിസ്റ്റുകൾ കീഴടങ്ങി. എത്യോപ്യയിലെ അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്നുള്ള ചാരമേഘം വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലെത്തി. വ്യോമയാന കമ്പനികൾക്ക് സുരക്ഷാ നിർദ്ദേശം നൽകി DGCA. വനിതാ കബഡി ലോകകപ്പ് കിരീടം സ്വന്തമാക്കി ഇന്ത്യ. ടീം ഇന്ത്യയെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.